അമേരിക്കൻ ന്യൂസ് പേപ്പറായ ന്യൂയോർക്ക് ടൈംസ് ഒരു ഇന്ത്യൻ സിനിമയെ പറ്റി എഴുതിയത് ഇങ്ങനെയാണ്: ഇഫ് മിഷൻ ഇംപോസിബിൾ ആൻഡ് ഓഷ്യൻ 11 ഹാഡ് എ ബോംബാസ്റ്റിക്, ഫണ്ണി ആൻഡ് സ്ലിക്ക് കസിൻ, ഇറ്റ് മൈറ്റ് ബി യെസ്, ദ ഡോൺ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ടി വിയിലിരുന്ന് കണ്ടിട്ടുണ്ട്. ആദ്യകാലത്ത് IPL ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന സോണി മാക്സ് എന്ന ചാനലിലാണ് അതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം 2011 ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത്. ഈ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന പിള്ളേരെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്: നേരെ ബ്രിഗേഡ് റോഡിലേക്ക് പോകും. അതിന് വേണമെങ്കിൽ നമുക്ക് MG റോഡ് എന്നും ചർച്ച് സ്ട്രീറ്റ് എന്നും വിളിക്കാം. ഈ പറഞ്ഞ ബ്രിഗേഡ് റോഡിന്റെ ഒത്ത നടുക്കായി റെക്സ് എന്ന പേരുള്ള ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഇന്നത് അവിടെ ഇല്ല, അത് പൂട്ടിപ്പോയി. അവിടെ വെച്ചാണ് ഞാൻ ഈ പടം കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ റിവ്യൂയുടെ കാര്യം, ഒരു ഇന്ത്യൻ സിനിമയെ, അതും ഒരു ആക്ഷൻ സിനിമയെ, ഈ ആക്ഷൻ സിനിമകളുടെയൊക്കെ പരിപൂർണതയിൽ പടമെടുക്കുന്ന ഹോളിവുഡ് പടങ്ങളെ പറ്റിയൊക്കെ നിരൂപണം നടത്തുന്ന ആളുകൾ താറടിച്ചില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഓൾ ബിക്കോസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് ദോസ് എക്സോട്ടിക് ലൊക്കേഷൻ ദാറ്റ് ദേ യൂസ്ഡ്. ലൊക്കേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജർമ്മനിയിലെ ബെർലിനിൽ ആദ്യമായി ഷൂട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ എന്തിന് ഈ സിനിമ കാണണം എന്നോട് ചോദിച്ചാൽ, 2011 കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ ആക്ഷൻ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ബോളിവുഡ് എടുത്താലും ഒരു ലോക്കൽ ഫ്ലേവർ അതിലെന്നും ഉണ്ടാവും. എന്നാൽ അതിന് വിപരീതമായി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമയാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒന്നൊന്നര മേക്കിംഗ് ആയിരുന്നു ഈ സിനിമയുടേത്. നിങ്ങൾ 14 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നാണ് ഈ സിനിമ കാണുന്നതെങ്കിലും ദാറ്റ് മൂവി സ്റ്റാൻഡ്സ് ലൈക്ക് ആൻ അപ് ടു ഡേറ്റ് സ്റ്റഫ്. സോ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടു നോക്കാം. പിന്നെ ഞാൻ ഇതിപ്പോൾ ഓർത്തെടുക്കാനുള്ള കാരണം, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർ ആന്റി ഹീറോയെ അഭിനയിക്കുന്ന ആ കാലഘട്ടത്തിൽ ആദ്യത്തെ സിനിമ ഇതാണെന്ന് ഞാൻ മങ്കാത്ത എന്ന സിനിമയെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ വീഡിയോയുടെ കീഴെ ഒരാൾ ഈ പടത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ കമന്റാണ് ഞാൻ ഇപ്പോൾ ഇത് ഓർത്തെടുക്കാനുള്ള കാരണം. സോ താങ്ക്സ് ടു യു മാൻ.